വെൽക്കം ബാക്ക് ടു അനുമോൾ അനുക്കുട്ടി ഓഫ് യൂട്യൂബ് ചാനൽ. ഗൈസ്, എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് എൻ്റെ നമ്മുടെ അറിയാമല്ലോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അതിൻ്റെ ഫോട്ടോഷൂട്ടാണ്. പുറത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഫാമിലി അങ്ങനെ ആരുമില്ല, ഞാൻ മാത്രം സിംഗിൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത സാധനം അല്ലായിരുന്നു നേരത്തെ. ഇതിപ്പോൾ ഇന്നലെ കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ, പെട്ടെന്ന് എടുക്കുക. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഫോട്ടോഗ്രാഫറിനെയും ഈ പറയുന്ന കേക്കും ഇവൻറ്റ്സും ഒക്കെ ഞാൻ ഇന്നലെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഔട്ട്ഫിറ്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് മാച്ചായിട്ടുള്ള ആണ് കേക്കും ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല വരുന്നത്. സോ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 5-6 മണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ആകാൻ പോവുകയാണ്. രാവിലെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എന്നെ ശിവ മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നു. അപ്പോൾ ഇനിയും മേക്കപ്പ് ഒന്നുമില്ല. ഓൾറെഡി എൻ്റെ മുഖത്ത് നല്ല മേക്കപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ ഹെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഹെയർ ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ ആദ്യം ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വരാം. ഗേൾസ്, ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഫുള്ളും കാണിച്ചു തരാം. ഞാൻ ഇതുവരെ ഇടാത്തൊരു ഔട്ട് ഡ്രസ്. അപ്പോൾ നമുക്ക് ഹെയർ ചെയ്യാം. മേക്കപ്പ് കുറച്ചും കൂടെ ചെയ്യാണ്ട്. ഇത് രാവിലെ ചെയ്ത മേക്കപ്പാണ്. അപ്പോൾ അവൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇതിന് കുറച്ചും കൂടെ നല്ല ബ്ലഷൊക്കെ. ഇത് എന്തുവാ കഴുത്ത് ഇറങ്ങി പോകുന്നു. ഏത് ഡ്രസ്സ് ഇട്ടാലും എൻ്റെ കഴുത്ത് ഇങ്ങനെയാ. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ തന്നെ. ഓക്കെ, അപ്പം നമുക്ക് ഹെയർ ചെയ്യാം. ബാ ശിവ, നാളെ കൂടി നിൽക്കുന്നത് വാടി ഇവിടെ. ചേറുണ്ടാണോ ചേർന്നിപ്പോ എൻ്റെ അടുത്ത് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഹായ് ഗൈസ്, ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്തതിന് ശേഷം വരാം. ഹായ് ഗൈസ്, ഫൈനലി ഹെയർ ഒക്കെ ചെയ്തു തന്നു ശിവ. വാവ്, നൈസ്, സൂപ്പർ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഹെയർ സ്റ്റൈൽ എപ്പോഴും ഒരേ പാറ്റേൺ പിടിക്കരുതെന്ന്, അല്ലേ ശിവ? അതുകൊണ്ട് ഞങ്ങൾ മാറ്റി പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ശിവയ്ക്ക് എല്ലാ ഹെയർ സ്റ്റൈലും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കിത് മതി, എനിക്കിതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് നമ്മൾ വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഒന്ന് പിടിച്ച് കാണിച്ചേ. കമ്മലിടാണ്ട്, ഈ കമ്മലും കൂടെ ഇട്ടാണ്ട്. സ്റ്റഡാണ് ഇടുന്നത്. ഞാൻ കട്ട് ചെയ്യല്ലേ, സ്റ്റഡ് ഇട്ടിട്ട് സ്റ്റഡ് കൊണ്ട് കൊടുക്കല്ലേ. ഒരുപാട് ഓവർ ആയി കഴിഞ്ഞാൽ ബോറാ. അന്ന് നമ്മളൊരു പീസ് വാങ്ങിയത് സ്റ്റോൺ മാത്രമുള്ളത്, അത് കൊള്ളൂലേ? ഏതാ? വൈറ്റ് ഇല്ല, ഈ ഡ്രസ്സിന്റെ കൂടെ സിമ്പിൾ ആണ് നല്ലത്. കാരണം ലിപ്സ്റ്റിക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, ഹെയർ ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മറ്റേ നമ്മൾ ഓവറാവും. എനിക്കിഷ്ടമല്ല പൊതുവെ. മേക്കപ്പും കുറച്ച് നല്ലതായിട്ട് കൂടുതൽ ചെയ്തില്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കിട്ടുന്ന ഇഷ്ടമായോ? ദേവി ഇത് താഴെ വന്നിട്ട് ഓവർ മേക്കപ്പ് എന്ന് പറയില്ലേ? പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ചിലപ്പോൾ എന്നെ ഓവർ മേക്കപ്പിൽ കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും പറയില്ല കേട്ടോ ഓവറാണെന്ന്. എനിക്കൊന്ന് ഈ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ മീൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് കയറുന്നതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. നേരിട്ട് പക്ഷെ പറയില്ലല്ലേ എടാ? കറക്റ്റ് ആണ് എല്ലാം. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ നമ്മൾ? ഇല്ലല്ലോ. യെസ്, നമ്മളൊരു ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം.
AC യിലിരിക്കുന്നുണ്ട്, ചൂടില്ല. അനിമോളാ? ഞാൻ അനിമോളാ. ഞാൻ ഇപ്പോഴാ കണ്ട. എന്ത്? ഞാൻ ദൂരെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാനാണെന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല, സൗണ്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത് അനിമോളാണെന്നോ. അപ്പൊ അവിടെ നിന്ന് വന്നപ്പോ കണ്ടില്ലായിരുന്നോ? ഇല്ല, കണ്ടില്ല. ചെറുപ്രായത്തിലെ കണ്ണ് അടിച്ചുപോയോ? അല്ല, ഞാൻ ഇതില് നോക്കി വരെയത്. ഏത് നോക്കി? അല്ല, മാപ്പില് നോക്കി. തൊട്ടല്ലേ? ഇല്ല ഇല്ല. റോഡ് മോശമായിട്ടാണ് വണ്ടി എടുക്കാതെ വന്ന? അല്ലല്ല, ചേട്ടൻ കൊണ്ടുപോയിക്കുന്ന വണ്ടി. പിന്നെ അതുമല്ല, നമ്മള് ഊബർ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അവര് ഈ മഴയത്തൊക്കെ വെയിലത്തൊക്കെ കിടന്ന് ഓടുന്നത് പിന്നെ വെറുതെയാ. വിളിച്ചത് കുറ്റമായാ? ഇല്ല ഇല്ല. ഞാൻ ദൂരെ നോക്കിട്ട് വേറെ ആരാണ് സൗണ്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത്. അനുമോളാണെന്നോ? In 50 meters, turn right onto MCNRA lane. Turn right onto MCNRA lane. You're back online. There's a 5-minute congestion caused by roadworks on Thiruvananthapuram, Ponmudi Road in 1 kilometer. ഇവിടെ ലെഫ്റ്റ് പോവാട്ടാ. You should reach your destination by 5:52. ഏത് വഴി വന്നേ? അമ്പലത്തിന്റെ വഴിയോ? ഞാൻ ബ്ലോക്ക് കാരണം ഏതെങ്കിലും വഴി കൂടെ ചുറ്റിക്കാൻ. ഇപ്പൊ വന്ന ഇതുവഴിയല്ലേ? അപ്പോ Turn left. ഇതുവഴിയല്ലേ വന്നേ? അപ്പൊ നമുക്ക് ഇതുവഴി അറിയാം. ഞാൻ വെഞ്ഞാറമൂട് അവിടെ ആ ഭാഗത്തുള്ള. വെഞ്ഞാറമൂടുള്ളതാ? അപ്പൊ അവിടെ നിന്നാണ് എന്നെ വിളിക്കാൻ വന്നേ? ഇല്ല, ഞാൻ അവിടെ നിന്നൊരു ഓട്ടം കിട്ടി, ഇവിടെ വന്നു. ഇവിടെ വന്നൊരു ബ്ലോക്കിൽ പെട്ട് ഇവിടെ കിടന്ന് കറങ്ങിയപ്പോഴാണ് ഈ ഓട്ടം. അപ്പൊ അനുമോളെ കാണാൻ ഭാഗ്യണ്ടല്ലേ? സെൽഫി എടുക്കുന്നത് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. സെൽഫി എടുക്കുന്നതിന് എന്താ പ്രശ്നം? അവിടെ എത്തിയിട്ട് In 500 അവിടെ meters, എത്തിയിട്ട് turn left onto ഓടിച്ചോണ്ടിരിക്കുന്ന ഇടയിലൊക്കെ സെൽഫി എടുക്കാൻ പറ്റുമോ? ഓടിച്ചോണ്ടിരിക്കുന്ന ഇടയിലൊക്കെ സെൽഫി എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴേ ആൾക്കാർ വന്ന് ഇതാവൂലേ? എന്താവൂലേ? കൂടി നിൽക്കൂലേ ഇങ്ങനെ? കൂടട്ടെ, എനിക്കത് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പിന്നെ മനുഷ്യരല്ലേ, അത് ഇഷ്ടമുണ്ടല്ലോ കൂടുന്നേ. ഇറങ്ങാറില്ല, അതാണ് കേട്ടില്ല. സെലിബ്രിറ്റികളെ. പിന്നെ സെലിബ്രിറ്റികൾ ഞാൻ ഇറങ്ങും, എനിക്കിഷ്ടമാണ്. അവരൊക്കെ നമ്മളെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ അല്ലേ? ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് കാണണം, ഇഷ്ടമല്ലാത്തവരൊക്കെ വഴി കെട്ടി മാറ്റണം. നിങ്ങൾക്ക് ഇതിനെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ? അല്ല, എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചില്ലേ അല്ലേ? ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്നതും. ആരടുത്ത്? അവൻ എന്തിനു പറയുന്നത്? ഞാൻ ഇതിൽ കൂടെ കാണിക്കുമല്ലേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ എന്റെ ബ്ലോഗിൽ എടുത്തിട്ടുണ്ടേ. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. അപ്പൊ ഞാനേ അവിടെ പോയിട്ട് കാണാം. തല്ലാറങ്ങ് ഫോൺ വെച്ച് ക്യാമറ പിടിച്ചപ്പോ നോക്കി. നമ്മൾ വെലോറ തെറാപ്പിയിലാണ് നിൽക്കുന്നത്. ഞാൻ വെലോറ തെറാപ്പിയെ പറ്റി പറയാം. നിങ്ങളോ ഡെക്കറേഷൻ ചെയ്തേക്കുന്നത്? സെൽഫി എടുക്കുന്ന ആരാധകൻ. എനിക്കറിയാം. അനു ഫ്രണ്ട്. കാറ് കൊണ്ട് ഫ്രണ്ടില് ഇവന്റെ കാര്യം. ഓക്കെ അല്ലേ? കാണാം, വരൂ. ഹാപ്പി ബർത്ത്ഡേ നമ്മള് ഇപ്പൊ വന്നിരിക്കുന്നത് വെലോറ തെറാപ്പിയിലാണ്. എൻ്റെ കുടുംബമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ വീട്ടിലോട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിനായിട്ട് എല്ലാം ഞാൻ പറഞ്ഞു തരും. വരും. അയ്യോ, ഡോക്ടറെ കാണാനില്ല. ഇതിനെ എവിടെയെല്ലാം കാണിച്ചു തരാം. ഞാനിവിടെ മാസത്തിൽ ഒരു 4-5 തവണ വരാറുണ്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന്. എന്ത് ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡി മസാജ് അങ്ങനെയൊക്കെയുള്ള കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇവിടെ എല്ലാ തെറാപ്പി ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് കാണിച്ചു തരണം കേട്ടോ. നമ്മൾ വന്നത് നമ്മുടെ
ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ചെയ്യാൻ. ഇതാണ് ഡോക്ടർ അശ്ലി, എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ കുടുംബ വീടാണ്. എൻ്റെ മാസത്തിൽ ഞാൻ ഇവിടെ വരാറുണ്ട്, അപ്പൊ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ. ആണോ? താങ്ക് യു. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ ഇവിടെ ആയുർവേദം മാത്രമല്ല ഉള്ളത്, ഇത് പിന്നെ ഒരു ക്ലിനിക്കും കൂടിയാണ് അല്ലേ? അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ സുന്ദരനും സുന്ദരിയൊക്കെ ആകാം അല്ലേ? അതെ, അതെ. ഇവിടെ ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ളവർക്ക് നല്ല ഗ്ലോ സ്കിൻ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ തന്നെ അനുമോള് പറഞ്ഞൊക്കെ തന്നെയാണ്. അതെ അതെ അതെ. ഡോക്ടറിനെ കണ്ടാൽ തന്നെ അറിയില്ലേ, ഇത്രയും സുന്ദരിയായ ഡോക്ടറിനെ കണ്ടാൽ തന്നെ അറിയില്ലേ? അതെ. പിന്നെ എന്റെ റൂം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു കാണിച്ചില്ല. ഇത് ഇവിടുത്തെ ചേച്ചി നമ്മളെയൊക്കെ മസാജ് ചെയ്യിപ്പിക്കുന്നത്. നല്ല മസാജാണ് ചേച്ചിയുടെ, സൂപ്പർ. പക്ഷെ പെൺകുട്ടികൾക്ക് മാത്രം കേട്ടോ അല്ലേ? കിഡിലെ മസാജാണ്, ഉറങ്ങിപ്പോവും, ഭയങ്കര സുഖമാണ്. ഇവിടെ എല്ലാവരും കിഡിലായിട്ടാണ് നമ്മളെ ഉറക്കുന്നത്, മസാജ് ചെയ്ത് ഉറക്കുന്നത്, ഹെഡ് മുതൽ കാൽപാദം വരെ. അപ്പം എന്നെ ഇവിടെ കിടത്തിയാണ് ഉറക്കുന്നത്. പിന്നെ ഇതിനകത്തിട്ടാണ് എന്നെ പോയിക്കുന്നത്, സോറി, എന്നെ സ്റ്റീം ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര രസമാണ്. ആരെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ. ഞാൻ കള്ളം പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അവിടെ ഇങ്ങനെ ബാക്കി ക്ലിനിക്കിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ മുക്കും മൂലയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോക്ടറിന് ഈ തരുന്ന പോലെ സൺസ്ക്രീനും ഡോക്ടർ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഭയങ്കര ചൂടൊക്കെയാണ്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത്. വെയിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, സൺസ്ക്രീൻ ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബെസ്റ്റ് സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എൻ്റെ ഡോക്ടർ തന്ന സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ നല്ലൊരു സൺസ്ക്രീൻ എല്ലാവർക്കും ആയിട്ടൊരു നല്ലൊരു സൺസ്ക്രീൻ പറഞ്ഞു കൊടുക്കും. നമുക്ക് നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മിനറൽ സൺസ്ക്രീൻ ആണ് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ. ഐഡിയലി ഒരു 50+ ഉള്ള ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ കൂടുതലും ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നമ്മുടെ പിഗ്മെന്റേഷനൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ഇതൊരു സൺസ്ക്രീൻ ആണ്, ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ. ഇത് ഏത് സ്കിൻ ടോണിനും യൂസ് ചെയ്യാല്ലേ? നോർമൽ സ്കിൻ ആണെങ്കിലും അതെ, നോർമൽ സ്കിൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ പിമ്പിൾസ് ഉള്ള, അതായത് ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും യൂസ് ചെയ്യും. പിന്നെ ഇപ്പൊ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളും ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അവളിവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ്, ശിവ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് അല്ലേ? തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ 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 അതെ. എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അറിയാലോ, പറയണ്ട, ഞാൻ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രൊമോഷൻ വീഡിയോ ആണോ? ഒരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല, ഒരിക്കലും അല്ല. എനിക്ക് നല്ല റിസൾട്ട്, ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും അതിനൊരു റിസൾട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടത്തില്ല. അത് ശിവയ്ക്കൊക്കെ അറിയാമല്ലോ, അത്രയാണ്. അപ്പോൾ ഇത് നമ്മുടെ വെലോറ തെറാപ്പി വരുന്നത് നമ്മുടെ ഏതൊരു സ്ഥലം? ഗോൾഡ് ഫ്ലീക്സ് റോഡ് കബഡിയാറാണ്. കബഡിയാർ വന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. വെലോറ തെറാപ്പി നിന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ലോഗോ കാണാൻ ചെയ്യും. നമ്മുടെ ഫ്രണ്ടിൽ ആ വീടിൻ്റെ ആ വ്യൂവും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അങ്ങോട്ട് പോവാം, വരും. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഗേൾസ് ആണെങ്കിൽ, ഗേൾസ് മാത്രമേ ഉള്ളൂ അല്ലേ? സോറി, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പക്ഷെ മസാജ് മാത്രം ലേഡീസിന് മാത്രമേ ഉള്ളൂ മസാജ്. അതുകൊണ്ട് ബോയ്സ് ആരും വരണ്ട. അപ്പം എന്താ പറയണ്ടേ, അപ്പം എന്തുവായി പറയാൻ വന്നേ? അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങോട്ട് പോവാം. എന്തോ പറയാൻ വന്നാണ് മറന്നുപോയി. ഓക്കെ മതി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഫോട്ടോഗ്രാഫി പോയത് ഹെയർ ഒക്കെ സുന്ദരിയായിട്ടുണ്ടോ? ആണോ? ഭംഗിയുണ്ടോ? ഇവളാ എന്നെ മേക്കപ്പ് ചെയ്ത് ഹെയർ ചെയ്തത്. സൂപ്പർ അല്ലേ? ഓടിക്കളയാണ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ പോയി ഫോട്ടോഷൂട്ട് ചെയ്യാം. ഒരു 10-15 മിനിറ്റ്. ഓക്കെ. പക്ഷെ ഭയങ്കര അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവന്റ്സ് ടീം ഉണ്ടല്ലോ, ഇവരെനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് കേട്ടോ അവരെനിക്ക് ചെയ്തു തന്നെ. കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് അവരടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം. പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരെനിക്ക് ഇങ്ങനെ ചെയ്തത്. പിന്നെ അവരെന്നോട് ചോദിച്ചു, അവരെന്നോട് പറഞ്ഞു അനു, നമുക്ക് കുറച്ച് നല്ല ഹൈറ്റ് ഉള്ള ഏരിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ
ഹൈറ്റ് ഇവിടെ വന്നപ്പോൾ ഹൈറ്റ് കുറവേ ഉള്ളൂ. പക്ഷെ അവരെനിക്ക് അതനുസരിച്ചാണ് എനിക്കത് അവര് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർ എത്തി, കാണിക്കൂ. ഇല്ല, കുറച്ച് ഏറിലൊക്കെ നിൽക്കുന്നേ. വരൂ. നന്നായിട്ട് വേർക്കുന്നു ഞാൻ. ഡയലോഗ് പറഞ്ഞിട്ടൊക്കെ പൊട്ടിച്ച പോലെ. എന്താ പറഞ്ഞു? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, കേക്ക് കട്ട് ബലൂൺ അങ്ങ് പൊട്ടിച്ചാൽ നമുക്ക് എടുത്ത് വെക്കാൻ നോക്കാനല്ലേ. റെഡി 3 2 1 ഗോ. ഹലോ ഗൈസ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ കേക്ക് കട്ടിയാൻ പോകുന്നത്. അയ്യോ വേണ്ട, കത്തി വേണ്ട, കൈ തന്നെ മതി. മുടി വരെ തെറിച്ചു വരുന്നു. നല്ലത് കൊണ്ടിട്ട് മോളെ കേട്ടോ. അടിപൊളി കേക്ക്. ആർക്ക് കൊടുക്കാം? അത് കഴിഞ്ഞു. എന്തേ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ എൻ്റെ എവിടെ അല്ലേ പോയോ എല്ലാവരും? ശ്രീകുട്ടൻ പുതിയ ഫോട്ടോഗ്രാഫർ കേട്ടോ എൻ്റെ. ആ ബാക്കിൽ നിന്നെ കാണാൻ പറ്റില്ലേ? വാ, വേണ്ടേ? ഗേൾ ഫ്രണ്ട് പിണങ്ങോ? ഓക്കെ. എവിടെ ശിവ? അപ്പം നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഫോട്ടോഗ്രാഫർ അല്ല ശ്രീകുട്ടൻ ഫോട്ടോ പെട്ടെന്ന് തരുന്നതായിരിക്കും. തരില്ലേ? തരുമോ? പറ്റിക്കുമോ? അതോ ഇനി അടുത്ത മാസമേ തരുള്ളൂ? എൻ്റെ പേരെന്താ? ഷത്രിക് പറഞ്ഞു. ഷത്രിക്കിന്റെ പേര് പറയാനായിട്ട്. നിന്നെ കാണുന്നില്ല, ഇങ്ങോട്ട് വാ, വരാൻ. ഷത്രിക് ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഷത്രിക്കിന്റെ പേര്. പിന്നെ ഓക്കെ. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോ കിട്ടിയാൽ മാത്രം.